പോലീസ് അസോസിയേഷൻ നേതാവായ ഡിവൈഎസ്പി പൃഥ്വിരാജ് DKയുടെ സ്ഥലം മാറ്റ ആവശ്യം തള്ളി സംസ്ഥാന സർക്കാർ. തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തായിരുന്ന പൃഥ്വിരാജിനെ VD സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വീണ്ടും നിയമിക്കണമെന്നുള്ള ആവശ്യമാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ തള്ളിയത്. തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി ചേർന്നുണ്ട്. ശാലിനി, എന്താണ് ഇത് സംബന്ധിച്ച് മറ്റു വിവരങ്ങൾ പുറത്തുവരുന്നത്? വിഷ്ണു, അല്പസമയം മുമ്പാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നിർണായകമായ ഒരു ഉത്തരവ് പുറത്തു വരുന്നത്. അതായത് DK പൃഥ്വിരാജ് ഡിവൈഎസ്പിയാണ് അദ്ദേഹം. വയനാട് ജില്ലയിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഈ സാഹചര്യത്തിൽ അതായത് UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമാണ് വയനാട്ടിലേക്ക് അദ്ദേഹത്തിന് സ്ഥലമാറ്റം നൽകുന്നത്. അതിനുശേഷം വീണ്ടും അദ്ദേഹം ട്രിബ്യൂണലിനെ സമീപിച്ചത് തിരികെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തേക്കൊരു സ്ഥാനമാറ്റം നൽകണമെന്നുള്ളതായിരുന്നു ആവശ്യം. പക്ഷേ ആ ആവശ്യമാണ് ഇപ്പോൾ സർക്കാർ തള്ളിയിരിക്കുന്നത്. അദ്ദേഹം പോലീസ് അസോസിയേഷന്റെ നേതാവാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. UDF സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷം പോലീസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള പോലീസ് സംഘടനയിലെ ഇത്തരത്തിലുള്ള സംഘടനകളോടുള്ള ആഭ്യന്തര വകുപ്പിന്റെയും DGPയുടെയും ഒക്കെ പ്രതികരണം വന്നത് ഈ സംഘടനകളുടെ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങളിൽ നിർണായകമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഈ അസോസിയേഷൻ നേതാവ് കൂടിയായിട്ടുള്ള DK പൃഥ്വിരാജിനെ ഡിവൈഎസ്പിക്ക് തിരുവനന്തപുരത്തേക്കുള്ള സ്ഥലമാറ്റം കൂടി ഇപ്പോൾ അനുവദിക്കാതിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ രീതിയിൽ ഈ അദ്ദേഹം രാഷ്ട്രീയമായി തന്നെ ഇതിനെ കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു തനിക്കെതിരെയുള്ള ഒരു ആയുധം എന്നോണമാണ് അദ്ദേഹം ഇതിനെ കാണുകയും തിരിച്ച് പകരം തിരുവനന്തപുരത്തേക്ക് ചുമതല നൽകണം, സ്ഥാനമാറ്റം നൽകണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ ഈ നൽകിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്നത് പ്രകാരം ഒരു രീതിയിലുള്ള ഉദ്ദേശത്തോടു കൂടിയുമല്ല, വയനാട് അടക്കമുള്ള ജില്ലകളുടെ കൃത്യമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും പൊതുസ്ഥലമാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് DK പൃഥ്വിരാജിന് വയനാട്ടിലേക്ക് സ്ഥലമാറ്റം നൽകിയിട്ടുള്ളത്. അത് തിരികെ വിരമിക്കൽ സമയമൊക്കെ ആയി വരികയാണ്. അപ്പോൾ തിരികെ വിരമിക്കൽ സമയമാകുന്ന കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തേക്ക് ഒരു അടിയന്തര സ്ഥലമാറ്റം നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പും സർക്കാരും ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. അതിൽ യാതൊരു രീതിയിലുള്ള ഒരു നടപടിയൊന്നുമല്ല ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന് 1993-ലെയും 2005-ലെയും അടക്കം ചില നിർണായക സുപ്രീം കോടതി വിധികളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിയമനം അവിടെ തന്നെ മതി, തിരുവനന്തപുരത്തേക്ക് നൽകില്ല എന്നുള്ള ഉത്തരവ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, ഒരാൾ വിരമിക്കാൻ സമയമാകുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലമാറ്റം വേണമെന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല. പൊതുസ്ഥലമാറ്റത്തിന്റെ ഭാഗമായി നൽകിയിട്ടുള്ള സ്ഥലമാറ്റ നടപടികൾ അത് അങ്ങനെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. എന്തായാലും പോലീസ് അസോസിയേഷൻ നേതാവിന് കിട്ടിയിരിക്കുന്ന ഈ ഉത്തരവിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സ്ഥലമാറ്റം നൽകണമെന്ന ആവശ്യം DK പൃഥ്വിരാജിന്റെ ഡിവൈഎസ്പി ആയിട്ടുള്ള വയനാട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ ആവശ്യം ഇപ്പോൾ സർക്കാർ തള്ളിയിരിക്കുകയാണ്. അത് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടിയായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. വിഷ്ണു. ശരി, ശാലിനിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.